അർജുൻ ആയെങ്കിലും ടി.ജി. മോഹൻദാസും അറസ്റ്റിൽ. ഒടുവിൽ കുറേ ദിവസങ്ങൾക്കൊക്കെ ശേഷമാണ് അർജുനെ അറസ്റ്റ് ചെയ്യുന്നതും കേസ് എടുത്തല്ലെങ്കിൽ അതിന്മേലുള്ള തുടർ നടപടിക്ക് മുതിരാതെ അവസാനം ടി.ജി. മോഹൻദാസിനെയും കുറേ സ്ഥലത്തു നിന്നുള്ള വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ അറസ്റ്റും ചെയ്തിരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിലും അർജുൻ അയങ്കിയുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നീക്കമല്ലേ നടത്തിയത്. അവസാനം വിവാദമായതിനു പിന്നാലെ ടി.ജി. മോഹൻദാസിനെയും കൂട്ടത്തിലൊന്ന് അറസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? ഒരിക്കലും അല്ല. ഇപ്പോൾ രണ്ടുപേരെ ഒരേ ദിവസമാണ് അറസ്റ്റ് ചെയ്തെങ്കിലും രണ്ടുപേരും ഒളിവിലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അർജുൻ നായകിയെ പറ്റി പോലീസ് പറഞ്ഞ എന്താണ്? അർജുൻ നായകിയാണ് ഓടിയത്. പോലീസിന് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അർജുൻ നായകി ഓടി അവസാനം കിതച്ചിരുന്ന സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരുന്നു ആരെ അറസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെതിരെ അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. പിന്നീട് അറസ്റ്റ് നടത്താതെ എന്തേന്ന് മാത്രമേ ചോദിക്കുന്നുള്ളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളൊക്കെ വിൽ പവർ വേണം, വിൽ പവറുള്ളൊരു പാർട്ടി ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ നേതാവ് ഉണ്ടെങ്കിലേ ഇതൊക്കെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ, അല്ലെങ്കിൽ ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് നിൽക്കാൻ കഴിയൂ, നട്ടല് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരെ ചർച്ചയ്ക്ക് വരുന്നവരെല്ലാം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള രീതി നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെല്ലാം ഒടുവിൽ ഇന്നലത്തെ മുഴുവൻ ദിവസത്തെ വാർത്ത എന്ന് പറയുന്നത് ടി.ജി. മോഹൻദാസും അർജുൻ നായകിയും തന്നെയായിരുന്നു. അർജുൻ നായകിയുടെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ നായകിയെ പോലുള്ള ആളുകൾ സമൂഹത്തിന് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങളെയൊന്നും പിടിക്കാൻ ആരുമില്ല, ഞങ്ങളോടൊന്നും ചോദിക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് ഏത് സിസ്റ്റത്തെ വേണമെങ്കിലും വെല്ലുവിളിക്കാം. ഇപ്പോൾ അർജുൻ നായകിയുടെ ഒരു പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വർണം പൊട്ടിക്കൽ അങ്ങനെ തുടങ്ങി നിരവധി കേസുകളുമായി ബന്ധപ്പെട്ടാണ് അർജുൻ നായകി ഉള്ളത്. അപ്പോൾ അർജുൻ നായകിയെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇവരൊക്കെ എവിടം വരെ പോകും നമുക്ക് നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആക്ഷേപിച്ചു, എന്താണ് കാത്തിരുന്ന് കാണാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തില്ല? അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ CPM-ന്റെ ആഘോഷമായിരുന്നു. എന്തുകൊണ്ടാണ് ടി.ജി. മോഹൻദാസിനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? അർജുൻ നായകിയുടെ പുറകെ പോവാതെ നിങ്ങൾ സംഘപരിവാറിനെയും കൂടെ അറസ്റ്റ് ചെയ്യും. ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നതാണ്, ഇവിടെ അങ്ങനെ രാഷ്ട്രീയ വേർതിരിവൊന്നുമില്ല, ഇവിടെ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇവിടെ ജനങ്ങൾക്ക് മനസമാധാനമായിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിന് ഇല്ലാതെ പോയതും ഒരു ആഭ്യന്തര മന്ത്രിയായിരുന്നു. അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്താണ്? ഗുണ്ടകളുടെ എണ്ണം കൂടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ലഹരി മാഫിയകളുടെ എണ്ണം, മാഫിയകൾ എല്ലാത്തിലും പിടിമുറക്കുന്നൊരു രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികളെ പോലും നിയന്ത്രിക്കുന്നത്. കാരണം ഈ പാർട്ടികൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം, പണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് നമ്മൾ കെ സുധാകരനും കണ്ടത്, ഒരു ഗുണ്ടാ പാർട്ടിയൊക്കെ നടത്തിയത് നമ്മൾ. അതെ, തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള ആളുകളെ സ്പോൺസർ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. കാരണം ഒരടിക്ക് തിരിച്ചടി അല്ലെങ്കിൽ മറുപടി ഇത് കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനെ സ്പോൺസർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ വേണം. പക്ഷേ ഇത് കൂടുതലായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഉള്ളത്. അവരെ സംരക്ഷിക്കും. ഈ കോൺഗ്രസിൽ അങ്ങനെ ഒരു സാധനം വരാത്തതിന്റെ കാരണം പാർട്ടി സംരക്ഷിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കെ സുധാകരൻ ഒരു ഗുണ്ടകളുടെ ഒരു മീറ്റിംഗ് നടത്തിയത്? അവരെ സംരക്ഷിക്കുന്നുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? അല്ല, സ്വാഭാവികമായിട്ടും കണ്ണൂർ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു രാഷ്ട്രീയ ചെറുതിനുള്ളൊരു സ്ഥലമാണ്. കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഇപ്പോൾ കെ സുധാകരൻ വരെ ബോംബ് കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന നമ്മൾ കണ്ടാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. അപ്പോൾ ഇവരെല്ലാം രാഷ്ട്രീയപരമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തി ഒരു തലയ്ക്ക് മറുതല എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു തല പൊട്ടിച്ചാൽ 2 തല അപ്പുറത്തു നിന്നുള്ളവരുടെ പൊട്ടിക്കും, അല്ലെങ്കിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ 2 പേരെ കൊല്ലും. ഇതായിരുന്നു കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ശമനം വന്നിട്ടുണ്ട്. ഈ ശമനം വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ കിർമാനി മനോജ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടല്ലോ, ഇപ്പോൾ ഇവരെല്ലാവരും പിന്നീട് ഈ സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ മറ്റുള്ള ഗുണ്ടാ പണികൾ ഈ രീതിയിലൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടാത്തത് കൊണ്ടാണ് ഇവർ ഈ രീതിയിലേക്ക് പോകുന്നത്. ഇവർക്ക് പണം വേണമല്ലോ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കേസുകൾ നടത്താനാണെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുറേ ഉണ്ട്. പിന്നെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് രഹസ്യങ്ങൾ ഇവർക്കറിയാം. പല വിഷയങ്ങളിലും ഉന്നതമായിട്ടുള്ള നേതാക്കന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഭയപ്പെടുന്ന പല നേതാക്കന്മാരും ഉണ്ടാകാം. രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ തന്നെയാണ്. ഈ ചെറിയ ഗുണ്ടകളെ പിടിക്കുമ്പോൾ നേതാക്കന്മാർ എന്തിനാണ് ഇറക്കാൻ ചെല്ലുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതിൻ്റെയും പേര് അവസാനം ചെല്ലുമ്പോൾ ചില നേതാക്കന്മാരുടെ പേരിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. എന്താണെങ്കിലും ടി.ജി. മോഹൻദാസിനെ പോലുള്ള ആളുകൾ
ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ആക്ഷേപിക്കുക, മതസ്പർദ്ധ ഉണ്ടാക്കുക, വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാലും ഇവിടെ അറസ്റ്റ് ചെയ്യാൻ ഒരു സംവിധാനമുണ്ട്, സിസ്റ്റമുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള എത്ര സംഭവങ്ങളാണ് ഉണ്ടായത്, അതിൽ എത്ര അറസ്റ്റ് ചെയ്തു നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ്സുകാരെല്ലാം ആഘോഷിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലൊരു സംഖ്യയെ അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കിയ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് തൂക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് വെല്ലുവിളിക്കുകയാണ് CPM. ആ ആ ഒരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനെ ആർക്കും എന്തും പറയാം എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയൻ്റെ തോളയിൽ കൈയിട്ട് നടന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ മതസ്പർദ്ധ ഉണ്ടാക്കിയത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗങ്ങളാണ്. എത്ര പ്രസംഗങ്ങൾ വിവാദമായി, എന്നിട്ട് ഏതെങ്കിലും ഒരു പ്രസംഗത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു താക്കീതെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ആർക്കും എന്തും പറയാമെന്നുള്ള സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ആ സാഹചര്യം മാറി. ഇപ്പോൾ അർജുനായങ്കി പറയുന്നത് പോലെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ, ഞാൻ ജനിച്ചു വളർന്ന പാർട്ടി വേറെയാണ്, ആ വേറെയാണ് എന്ന് പറയുമ്പോഴും ഇപ്പുറത്തുനിന്ന് ഒരാൾ പറയുന്നുണ്ട് ഞാനും ജനിച്ചു വളർന്ന പാർട്ടി വേറെയാണ്, നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കും. അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ TG മോഹൻദാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പോലീസ് തന്നെ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, ചുമ്മാതെ ഒരാളെ നമുക്ക് ചെന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലോ, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നേരെ ജാമ്യത്തിൽ പോകുന്നു, സ്റ്റേഷൻ ജാമ്യത്തിൽ. ഇത്ര കാലതാമസത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഈ അർജുൻ അയങ്കി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വെമ്പൽ എന്തുകൊണ്ട് TG മോഹൻദാസിന്റെ നേരെ നടത്തിയില്ല? അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം. അതുപോലെ തന്നെ ഈ പറയുന്ന സുഗതൻ ഒരു കാപ്പ കേസ് പ്രതിയാണ്, പക്ഷെ ആള് ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ പോലീസിനെ വെല്ലുവിളിച്ചിട്ടുണ്ടാവില്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ ആൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിനെ കാണാൻ സാധിച്ചു. ഈ അയോഗ്യനാക്കേണ്ടതിന് പകരം, കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കേണ്ടതിന് പകരമാണ് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. ആരാ? ഈ സർക്കാർ തന്നെയല്ലേ അതിനനുമതി കൊടുത്തിട്ടുള്ളത്? അത് ഈ സർക്കാർ സംവിധാനത്തെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. സർക്കാരല്ല അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് കോടതിയാണ്. കോടതിയിൽ BJP നേതൃത്വം പണം കൊടുത്ത് അപ്പോൾ ഹർജി സമർപ്പിക്കുക അവർക്ക് കൃത്യമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്കിന് ഇയാളെ സത്യപ്രതിജ്ഞ വേണ്ടി വിട്ടയക്കണം. അപ്പോൾ സർക്കാർ കൊടുത്തതെന്താണ്? അയാളൊരു കാപ്പ കേസ് പ്രതിയാണ്, അയാളെ വെളിയിലേക്ക് ഇറക്കാൻ കഴിയില്ല. സർക്കാരിന്റെ ഉറച്ച തീരുമാനമായിരുന്നു. വെളിയിലേക്ക് ഇറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും സാധാരണ ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നത് പോലെ കാപ്പ കേസ് പ്രതിയെ കൊണ്ടുപോവുക, കൈ വിലങ്ങു പോലും ഇടാതെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി. അതെന്താ? കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ. അത് കാപ്പ കേസ് പ്രതിയെ എങ്ങനെയാ അറസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? കാപ്പ കേസ് പ്രതിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തപ്പോൾ ആകാശത്തേക്ക് വെടിവെച്ചു. അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇതെന്താ തോക്ക് രാഷ്ട്രീയമാണോ, ഇത് UP അല്ല കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ആരാണ്? ഇവിടുത്തെ BJPക്കാർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്തിട്ടുള്ള രീതി പരിശോധിച്ചാൽ മാത്രം മതി. സുഗതനെ വീട്ടിൽ കയറിയാണ് അറസ്റ്റ് ചെയ്തത്. ആളുകൾ കൂടി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആകാശത്തേക്ക് വെടിവെച്ചിട്ടാണ് സുഗതനെ കൊണ്ടുപോയത്. TG മോഹൻദാസിനെയും അതേപോലെ തന്നെയാണ്. പോലീസ് വിലങ്ങ് വെച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന സാധാരണപ്പെട്ട മനുഷ്യന്റെ മനസ്സിലെന്താണ്? ഇവിടെ ഒരു സർക്കാരുണ്ട്, ഭരിക്കാനൊരു സിസ്റ്റമുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യാനും അവരെ ജയിലിലാക്കാനുമുള്ള സംവിധാനം കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കേരളത്തിൽ ഉണ്ടാകും. അതിൽ പറയുമ്പോൾ എനിക്ക് രസകരമായി തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്, ഇത് വിജയനല്ല, ചെന്നിത്തലയാടാ, രമേശ് ചെന്നിത്തല സൊൽവത് മട്ടും ദാ സൈവ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരായി പറയുന്നത്? ബലാത്സംഗ കേസിലെ പ്രതിയാ പറയുന്നത്. എപ്പോ? ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിനെ ഭയന്ന് ബലാത്സംഗ കേസിലെ പ്രതി ഒളിച്ച് ജീവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ആളാണ് സമൂഹ അതിനകത്ത് വേറൊരു ട്വിസ്റ്റൂടുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും പിണറായി വിജയൻ തന്നെയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വെളിയിലേക്ക് ജാമ്യവുമായിട്ട് ഇറങ്ങുമ്പോഴും ആ ജാമ്യം കൊടുക്കുക, ഇത്രയും കേസുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പീഡന കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ജാമ്യമൊന്നും കിട്ടില്ല. പിന്നെ അയാൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസും സംവിധാനവും അത്രത്തോളം മോശമായിരുന്നോ കേസുകൾ എഴുതാനും അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാനും എന്നൊരു ചോദ്യം ബാക്കിയാണ്. പിണറായി വിജയൻ
അല്ലെങ്കിൽ ആ സർക്കാർ സംവിധാനം അതിജീവിതമാരോടൊപ്പം നിന്നൊരു കാര്യം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ആ നിലയ്ക്കുള്ള ഇടപെടൽ നടത്തിയിരുന്നു. ഇപ്പോൾ TG മോഹൻദാസ് ഇത്രയും വിവാദമാവാനുള്ള കാരണം ഇത് തന്നെയാണ്. കാലതാമസം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പോൾ ഭരിക്കുന്നത് നമുക്ക് ഒരാളെ ചെന്ന് വെറുതെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാം അർജുൻ നായികയെ സംബന്ധിച്ച് അർജുൻ നായികയ്ക്ക് ഒരുപാട് കേസുകളുണ്ട്. അയാൾ സ്വർണം പൊട്ടിക്കൽ അത്തരത്തിലുള്ള തുടങ്ങിയ ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ഇടപാടുള്ള ഒരാളാണ്. പക്ഷേ TG മോഹൻദാസ് എങ്ങനെയാണ്? അദ്ദേഹം മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്ന ആളാണ്. അപ്പോൾ ഒരാൾ പെട്ടെന്നൊന്നും ചുമ്മാ കയറി നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് ഏതൊക്കെ വകുപ്പുകൾ ഇടണം, ഏതൊക്കെ വകുപ്പുകൾ നമ്മൾ ഇപ്പോൾ ഓരോ ആളുകളുമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അയാളെ നേരെ കൊണ്ടുപോയി സെല്ലിൽ ഇടുന്നതിന് മുമ്പിട്ട് അയാൾക്ക് ജാമ്യം കിട്ടി അയാൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ സിസ്റ്റം മാറിയത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് ഇപ്പോഴും വിചാരിച്ചിരിക്കും. കേരളത്തിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുന്ന മണ്ടന്മാരാണ് വിഡ്ഢികൾ. ഈ RSSന് വേണ്ടിയിട്ട് ഓശാന പാടുന്ന ഒരു സർക്കാരായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുക. അത് TG മോഹൻദാസിന്റെ കേസിൽ മാത്രമല്ല, വന്ദേ മാതരത്തിന്റെ കേസിലും അങ്ങനെ ആവർത്തിച്ച് ഈ RSSന് വേണ്ടി, ഇപ്പൊ സുഗതന്റെ കാര്യത്തിലും RSSന് വേണ്ടി എടുക്കുന്ന നിലപാട്. കൃത്യമായിട്ട് അതിന് ക്ലാരിറ്റി ഉണ്ടാക്കാം. അപ്പോൾ വന്ദേ മാതരത്തിന്റെ കേസാണെങ്കിൽ അത് കേരള സംസ്ഥാന സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അത് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നില്ല, മുഴുവനായി പറയണം അവിടുന്ന് ചീഫ് സെക്രട്ടറിയാണ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തത്. ഇപ്പൊ ചീഫ് സെക്രട്ടറി കൊടുത്തൊരു കാര്യം സർക്കാരിലേക്ക് എത്തുമ്പോൾ ഫുൾ സ്റ്റാൻസ് പാടണം ഒരു നിർബന്ധം ലോക് ഭവൻ തന്നെ അത് വ്യക്തമാക്കുന്ന ഒരു അല്ല. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയാണ് കൊടുത്തത്. കൃത്യമായിട്ട് അത് മുഖ്യമന്ത്രി മറ്റുള്ള ആളുകളും കൃത്യമായിട്ട് അത് പറഞ്ഞതാണ്. ചീഫ് സെക്രട്ടറി അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതിന് തയ്യാറല്ല. ഇപ്പോൾ ചീഫ് സെക്രട്ടറി പറയുമ്പോഴത്തേക്കും ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിങ്ങൾ അത് മുഴുവനും വായിക്കണമെന്ന് ചീഫ് സെക്രട്ടറി പറയുകയാണ്. അവിടെ സംസ്ഥാന സർക്കാരാണ് തിരുത്താൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരാളുടെ ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു സംസ്ഥാനമല്ല. ഇന്ത്യയിലെ ഒരു കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഒരു സംസ്ഥാനം മാത്രമാണ്. അപ്പോൾ പക്ഷേ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരിനെ നമ്മൾ ഈ 10 വർഷ കാലത്തിന് ശേഷം കണ്ടില്ലേ. അപ്പോൾ എന്താണെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടോ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി.